പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവോതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. ഏകദേശം 13-14 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ട്രെയിൻ യാത്ര. എന്താ പറയുക, ഒരു ഫ്ലാഷ് ബാക്ക്. പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെ ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവോതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പടികടന്നെത്തുന്ന പദനിസ്വനം. ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവോതുന്ന മൃദുമന്ത്രണം. ഞാൻ ട്രെയിനെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന കോളേജ് ലൈഫിലായിരുന്നു. അത് മറക്കാൻ പറ്റത്തുമില്ല. കാരണം ആദ്യമായിട്ട് ഇവിടുന്ന് ഞാൻ ബാംഗ്ലൂർക്ക് പോയത് തന്നെ ട്രെയിനിലാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ 1-2 ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും എക്സ്പേർട്ട് ആയപ്പോഴത്തേക്കും എല്ലാവരും പിന്നെ തന്നെ മാറി തിരിഞ്ഞൊക്കെ പോകാൻ തുടങ്ങി. എങ്കിലും ഞങ്ങൾ റൂമിൽ 6 പേരായിരുന്നു. 6 പേര് കൂടിയായിരുന്നു ആദ്യം ഞങ്ങൾ വരികയൊക്കെ ചെയ്തിരുന്നത്.
പക്ഷേ ലോങ് പോവുകയാണെങ്കിൽ ഒന്നീ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മുടെ കാർ ഉപയോഗിച്ച് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിന് പോകാൻ പറ്റുന്നവരാണ് അങ്ങനെ, അല്ലെങ്കിൽ ട്രെയിനെ ആശ്രയിക്കുക നല്ലത്. കാരണം ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഒന്ന് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിപ്പോൾ ഈ 1, 2 ഒക്കെ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വോൾവോ ബസ്സിനെ ആശ്രയിക്കാൻ തുടങ്ങി. അയ്യോ, മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പോയ ആ ബസ്സിൽ രാത്രിയിൽ അവർ ഹോട്ടലിലൊന്നും നിർത്തിയിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒന്ന് ഫ്രഷ് ആകണ്ടേ, അതുപോലും പറ്റിയിട്ടില്ലായിരുന്നു. അതിൽ പിന്നെ ഞാൻ ഈ വോൾവോ ബസ്സിന് പോകത്തേ ഇല്ല. എനിക്ക് തോന്നുന്നു അത് അത്രയും ഒരു ഇത് വന്നത് എനിക്ക് തോന്നുന്നു 3rd ഇയർ എപ്പോഴോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അത് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. പിന്നെ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ലോങ് ട്രിപ്പെല്ലാം തന്നെ നമ്മുടെ സ്വന്തം വണ്ടിക്ക് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാർക്ക് ഇപ്പോൾ പഠിക്കുന്ന ടൈമിൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് ട്രെയിൻ തന്നെയാണ്. അല്ലെങ്കിൽ ഈ നൈറ്റ് യാത്രയാണ് നമ്മൾ ത്രൂ ഔട്ടെങ്കിൽ ബസ്സിനെ ആശ്രയിക്കാതിരിക്കും.